ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സെയിൽസ് ടീം നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇപ്പം ആ ടീം ചെയ്യുന്നത് ഒരു സെയിൽസ് മാത്രമല്ല, ഡിസ്പ്ലേ ചെയ്യണം, കസ്റ്റമർ സർവീസ് ചെയ്യണം, സെയിൽ ചെയ്യണം. അങ്ങനെയുള്ള നല്ലൊരു കോർഡിനേഷനാണ് ആ ടീമിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊരു ടീം നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർക്കോ അല്ലെങ്കിൽ ഒരു മാനേജർക്കോ എങ്ങനെ നല്ല ടീം ലീഡർ ആവാം എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മാറ്ററാണ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിൽ TTA മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. സിമ്പിളാണ്, പറഞ്ഞു വന്നാൽ വളരെ സിമ്പിളാണ് കാര്യം. ഈ TTA മെത്തേഡിൽ ആദ്യത്തെ ടീം സ്റ്റഡിയാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ടീമിനെ നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അവിടുത്തെ മാനേജർ അല്ലെ ടീം ലീഡർ അല്ലെ ഓൺട്രപ്രണർ ആരുമായിക്കോട്ടെ, ആ എക്സിസ്റ്റിംഗ് ടീമിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അവരുടെ വർക്ക് ശ്രദ്ധിക്കുക, അവരുടെ കസ്റ്റമർ സർവീസ് ശ്രദ്ധിക്കുക, അവരുടെ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക, അവർ ഓർഡർ കൊടുക്കുന്നുണ്ടോ നോക്കുക, ഐറ്റം മൂവ്മെന്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, അതല്ലെങ്കിൽ ഐറ്റം ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പർച്ചേസിൽ ഇൻഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ രീതിയിൽ അവരെ മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ T ആയ ട്രെയിനിങ്ങിലേക്ക് അതിൽ കുറച്ച് മെമ്പേഴ്സിനെ നമ്മൾ മാറ്റേണ്ടി വരും. കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്ത ടീം മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവരെ ഒരു ട്രെയിനിങ് മോഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ടീമിലെ മുഴുവൻ മെമ്പേഴ്സിൻ്റെയും ഒപ്പം അവരെ കൊണ്ടുവരും. ആ ടീം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് വരെ ആ ട്രെയിനിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ആദ്യത്തെ T എന്ന് പറയുന്നത് ടീം സ്റ്റഡിയാണ്. ടീം സ്റ്റഡി ചെയ്തിട്ട് അതിൽ പെർഫോം ചെയ്യാത്ത കുറച്ച് സ്റ്റാഫിനെ നമ്മൾ ട്രെയിനിങ്ങിലേക്ക് മാറ്റും. മൂന്നാമത്തത് TTA മെത്തേഡിൽ ലാസ്റ്റ് A എന്ന് പറയുന്നത് അസൈൻ ആണ്, ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക. ഈ ടീം മെമ്പേഴ്സിനെ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും ഓരോരുത്തരെ നമ്മൾ കൊടുക്കുക. സെക്ഷൻ വൈസ് നമ്മുടെ സ്റ്റാഫിനെ ഇട്ട് കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ സെക്ഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം, അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജർ അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഓർഡർ എടുക്കാൻ വന്നാൽ അവർക്ക് പർച്ചേസ് റിക്വസിഷൻ ഫോം എടുത്ത് അവരെ കൊണ്ട് അത് എഴുതിപ്പിച്ച് പർച്ചേസർക്ക് കൊണ്ട കൊടുത്ത് പർച്ചേസ് ഓർഡർ ആക്കുന്ന പ്രോസസ്സ് വരെ ചെയ്യേണ്ടത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ സെയിൽസ് സ്റ്റാഫ് ആയിരിക്കും. നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തെടുത്ത, നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്ത നമ്മുടെ സെയിൽസ് സ്റ്റാഫ് ചെയ്യും. ആ വർക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവരുടെ ഡിസ്പ്ലേ, എൻ്റെ ഐറ്റം വെയർ ഹൗസിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് ഐറ്റം വന്നാൽ ആ ഐറ്റം അപ്പം തന്നെ അവരുടെ ഏരിയയിലോട്ട് കൊടുത്ത് അവരെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചെയ്യണം. ഡെയിലി നടന്നിട്ട് ഐറ്റം വന്നോ, ഐറ്റം എടുത്തോ, ഡിസ്പ്ലേ ചെയ്തോ എന്ന് ആരും പറയാൻ പാടില്ല. ആ രീതിയിലാണ് ട്രെയിനിങ്ങിലൂടെ അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്ത് ഈ വർക്കും അവർ ചെയ്യും. കസ്റ്റമർ സർവീസ്, അവന്റെ ഏരിയയിൽ വന്ന അല്ലെങ്കിൽ ആ സ്റ്റാഫിന്റെ ഏരിയയിൽ വന്ന കസ്റ്റമേഴ്സിനെ മാക്സിമം സർവീസ് കൊടുക്കുക. ആ കസ്റ്റമർ വേറൊരു സ്റ്റോറി പോകാൻ പാടില്ല. ഒരു ഐറ്റം ഷോർട്ടേജ് ആണെങ്കിൽ, ഐറ്റം ഇല്ലെങ്കിൽ സാറേ നമ്പർ തന്നേരെ, അല്ല മാഡം നമ്പർ തന്നേരെ, നാളെ ഐറ്റം വന്ന ഉടനെ സാറിനെ വിളിച്ചു പറയാം. അതാണ് സർവീസ്, കസ്റ്റമർ സർവീസ്. ആ രീതിയിൽ ആ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യുക. അതെ, നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ കൗണ്ടറിലേക്ക് വന്നാൽ ക്യാഷ്യർ. എങ്ങനെ ഒരു ക്യാഷ്യർ ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യും? എൻ പോയിന്റ് ആണ് ക്യാഷ്യർ എന്ന് പറഞ്ഞാൽ. ക്യാഷ്യർ എന്ന് പറഞ്ഞാൽ അത്രയും നേരം സ്റ്റോറിനകത്ത് കയറി മുഴുവൻ കസ്റ്റമേഴ്സിനെയും നമ്മുടെ സ്റ്റാഫ് അറ്റൻഡ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആക്കി നമ്മൾ കൊണ്ട് ക്യാഷ്യർ കേൾപ്പിച്ചു കൊടുത്താൽ, ക്യാഷ്യർ അതിലും ഭംഗിയായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമർ ലൂസ് ആവും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന TTA മെത്തേഡ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പഠിച്ച് സെലക്ട് ചെയ്ത് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെ ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽ കൂടും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക TTA മെത്തേഡ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം. താങ്ക് യു വെരി മച്ച്.